നമസ്കാരം. ഇന്നിതുവരെയുള്ള വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും നോക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇനിയും വൈകും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ വീണ്ടും ചർച്ചകൾ. KPC വർക്കിംഗ് പ്രസിഡന്റുമാർ, മുൻ KPC അധ്യക്ഷന്മാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചു. നാളെ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച. ഘടകകക്ഷി നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചേക്കും. അതേസമയം ഡൽഹിയിലേക്ക് പോകില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ബ്രേക്കിംഗ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിനിടെ കേരളത്തിലെ AICCയുടെ രഹസ്യ നിരീക്ഷകർ. 3 രഹസ്യ നിരീക്ഷകർ സംസ്ഥാനത്ത്. പൊതുവികാരം വിലയിരുത്തി ഹൈക്കമാൻഡ് റിപ്പോർട്ട് നൽകുക ലക്ഷ്യം. നേതൃത്വത്തിന്റെ വിലക്ക് മറികടന്ന് വീണ്ടും ഫ്ലക്സ്. പിറവം ഫാത്തിമ മാതാ കോളേജിന് സമീപം VD സതീഷിനെ ഫ്ലക്സ് ബോർഡ്. ഈ മനുഷ്യൻ ഒറ്റയ്ക്കെന്ന് കരുതരുതെന്ന ഫ്ലക്സിൽ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് K മുരളീധരൻ. ഹൈക്കമാൻഡ് എന്ന തീരുമാനം പറയുമെന്ന് അറിയില്ല. തനിക്കൊന്നിലും പ്രത്യേക താല്പര്യമില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. AICC തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി. വോട്ടേഴ്സിനോട് മറുപടി പറയാൻ കഴിയുന്നില്ലെന്ന് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് 24നോട്. 4 ആൾ കൂടുന്നയിടത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ. MLA-മാരുടെ വിജയാഹ്ലാദ പ്രകടനം പോലും നടത്താൻ പറ്റുന്നില്ലെന്നും പ്രതികരണം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനായി വടംവലി നടക്കുന്നതിനിടെ KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവകാശവാദങ്ങൾ തുടങ്ങി. KPC അധ്യക്ഷ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ കണ്ടു. KPC അധ്യക്ഷ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചെന്ന റിപ്പോർട്ടുകൾ തള്ളാതെ കൊടിക്കുന്നിൽ സുരേഷ് MP. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ UDF-ലേക്ക് പോയതെന്ന് CPIM. പാർട്ടി വോട്ടുകൾ BJP-യിലേക്ക് ചോർന്നിട്ടില്ലെന്നും സംസ്ഥാന ഘടകം. പാർട്ടി വിമതർ നടത്തിയത് ആസൂത്രിത നീക്കം. പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിൽ മറുപടി ചിരിയിലൊതുക്കി പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവിനും തീരുമാനമായില്ല. വിഷയം പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തില്ലെന്നും തീരുമാനം കേരളത്തിലെടുക്കുമെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി. കേരളത്തിലെ തോൽവി അപ്രതീക്ഷിതം. തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയൻ എന്തിനെ ഏറ്റെടുക്കണമെന്നും ചോദ്യം. PB യോഗത്തിൽ പങ്കെടുത്ത ശേഷം പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കേരളത്തിലേക്ക് തിരിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ച് CPI. 24 ബിഗ് ബ്രേക്കിംഗ്. തോൽവി വിലയിരുത്താൻ ചേർന്ന CPI ദേശീയ കൗൺസിലിൽ നിന്ന് വിട്ടുനിന്ന കേരളത്തിൽ നിന്നുള്ള 8 നേതാക്കൾ. സംസ്ഥാനത്തു നിന്നുള്ള 12 അംഗങ്ങൾ 4 പേർ മാത്രമാണ് പങ്കെടുത്തത്. P പ്രസാദ് ഒഴികെ ആരും അവധിക്ക് അപേക്ഷിച്ചില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തിരിച്ചടി സംബന്ധിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പോലും യോഗത്തിൽ ആളുണ്ടായില്ല. LDF-മായി അകലം പാലിക്കണമെന്ന് കേരള കോൺഗ്രസ് M സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ആവശ്യം. സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒറ്റയ്ക്ക് നടത്തണമെന്നും ഒരു വിഭാഗം നേതാക്കൾ. അവസരം വരുമ്പോൾ മുന്നണി മാറണമെന്നും അഭിപ്രായം. തമിഴ്നാട്ടിലെ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രി C ജോസഫ് വിജയും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. MK സ്റ്റാലിനെ വീട്ടിലെത്തിക്കണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി C ജോസഫ് വിജയ്. ആലിംഗനം ചെയ്തും പൊന്നാടി അണിയിച്ചും സ്വീകരിച്ച MK സ്റ്റാലിൻ. തമിഴ്നാട്ടിൽ വീണ്ടും രാഷ്ട്രീയ നാടകം. AIADMK പിളർന്നു. മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്കൊപ്പം 47 17 MLA-മാർ മാത്രം. 30 പേരുടെ പിന്തുണ SP വേലുമണിക്ക്. നിയമസഭാ സെക്രട്ടറി കത്ത് നൽകിയ വിഭാഗവും. വേലുമണി പക്ഷം TVK പിന്തുണച്ചേക്കും. രാഹുൽ ഗാന്ധിയും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും ഒരുമിച്ചുള്ള റീലുകൾ ഇൻസ്റ്റഗ്രാം തടഞ്ഞ സംഭവത്തിൽ കോൺഗ്രസ് ആരോപണം തള്ളി കേന്ദ്ര സർക്കാർ. K കരുണാകരനും സോണിയാഗാന്ധിയും അകലാൻ കാരണം പത്മജ വേണുഗോപാലിന് സീറ്റ് നിഷേധിച്ചെന്ന KV തോമസിന്റെ വെളിപ്പെടുത്തൽ വിവാദം. ചാലക്കുടിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ താൻ തന്നെയാണ് പിൻവാങ്ങിയതെന്ന് പത്മജ വേണുഗോപാലിന്റെ മറുപടി. പുസ്തകം വായിക്കാതെ വിമർശിക്കരുതെന്ന് KV തോമസ്. K കരുണാകരൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ലെന്നും KV തോമസ്. KV തോമസിനെ പരിഹസിച്ച് K മുരളീധരൻ. വേറെ പണിയില്ലാത്തതിനാലാണ് പുസ്തകം എഴുതുമെന്ന് പരിഹാസം. തനിക്ക് സമയമില്ലാത്തതിനാലാണ് പുസ്തകം എഴുതാത്തതെന്നും K മുരളീധരൻ. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ലെന്ന പെട്രോളിയം മന്ത്രാലയം. ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്ന ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ വിശദീകരണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിൽ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഉത്തരവാദിത്തത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ ജനങ്ങളുടെ മേൽ ഉത്തരവാദിത്തം അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് രാഹുലിന്റെ വിമർശനം. നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിനെതിരെ CPI ജനറൽ സെക്രട്ടറി D രാജയും
നരേന്ദ്രമോദി രാജ്യത്തെ പ്രധാനമന്ത്രി ഓർക്കണമെന്ന് ഡി രാജ. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. അമേരിക്കൻ സമാധാന നിർദ്ദേശങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടി തള്ളി ഡൊണാൾഡ് ട്രംപ്. ആണവ ഉപരോധം പിൻവലിക്കണം നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഇറാൻ. ട്രംപിന്റെ അത്യാഗ്രഹത്തിൽ ഇറാൻ കീഴടങ്ങുക എന്നതായിരുന്നു US പദ്ധതി ഇറാന്റെ ആരോപണം. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണമെന്നും യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഇറാന്റെ ആവശ്യം. പശ്ചിമേഷ്യൻ സംഘർഷത്തോടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഇന്ത്യയിലേക്ക്. ഈ മാസം 14 മുതൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുത്തേക്കും. ഹാൻഡ വൈറസ് വ്യാപിച്ച് MV ഹോണ്ടിയസ് ക്രൂസിലെ ഒരു യാത്രക്കാരൻ കൂടി രോഗം സ്ഥിരീകരിച്ചു. വൈറസ് ബാധ കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ച അമേരിക്കൻ പൗരന്. കപ്പലിലുണ്ടായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലൻഡ്സിലേക്ക് മാറ്റി. ഒഴിപ്പിക്കൽ നടപടി അവസാന ഘട്ടത്തിൽ. വ്യാജരേഖ ചമച്ച് അവയവ കച്ചവടം നടത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ 24-ന്. മുഖ്യമന്ത്രി നജീബ് തമിഴ്നാട്ടിലും അവയവദാതാക്കളെ കണ്ടെത്തി. അവയവദാനത്തിന് ആരെയും വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടില്ലെന്നും നജീബിന്റെ മൊഴി വിശ്വസിക്കാതെ പോലീസ്. 6 കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളുടെ രേഖകൾ കണ്ടെത്തി. നജീബ് സ്ഥിരം കുറ്റവാളിയെന്നും അന്വേഷണ സംഘം. കേസിൽ നജീബിനെ റിമാൻഡ് ചെയ്തു. അമ്മയുടെ മൃതദേഹത്തിന് 3 ദിവസം കാവലിരുന്ന് മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ. സംഭവം കോട്ടയം മാങ്ങാനത്ത്. ഭാനുമതി മരിച്ച വിവരം ബന്ധുക്കളും അയൽക്കാരും അറിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ്. ദുർഗന്ധം വന്നപ്പോഴാണ് പരിശോധന നടത്തിയ അയൽവാസി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG ഡോക്ടേഴ്സിന് സൂചനാ സമരം. 4 മാസമായി സ്റ്റെപ്പൻസ് മുടങ്ങുന്നതിൽ പ്രതിഷേധം. നിരവധി തവണ ചർച്ച നടത്തിയിട്ടും അനുകൂല നിലപാട് ഉണ്ടായില്ലെന്ന് PG ഡോക്ടേഴ്സ്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഡ്യൂട്ടി ബഹിഷ്കരിച്ച് സമരം. ലൈംഗികാതിക്രമ കേസിൽ എറണാകുളം എളമക്കര സ്റ്റേഷനിലെ ഗ്രേഡ് SI മുജീബ് റഹ്മാൻ അറസ്റ്റിൽ. കേസെടുത്തത് ഒളിവിലായിരുന്ന മുജീബ് റഹ്മാനെ ഇന്ന് പിടികൂടി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യയിൽ അന്വേഷിച്ച ചുമതല പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക്. തേജസ് ജീവനൊടുക്കിയത് അധ്യാപകരുടെ മാനസിക ബന്ധത്തെ തുടർന്നെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആനുവൽ ഡേയിൽ കുട്ടി സ്കൂളിൽ വന്നിരുന്നത് കേസ് അന്വേഷിച്ച പെരിന്തൽമണ്ണ പോലീസ്. പരിപാടിയിൽ നിന്ന് കുട്ടിയെ വിലക്കിയിരുന്നതായി നിഗമനം. കുട്ടിയെ അധ്യാപകർ ശാസിച്ചിരുന്നതായും കണ്ടെത്തി. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. നാളെ 4 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ശ്രീലങ്കയ്ക്ക് മുകളിൽ നിലനിന്ന ചക്രവാത ചുഴി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. ദേശീയപാത വടകര അഴിയൂർ വെങ്ങളം റീച്ച് നിർമ്മാണ ചുമതല പുതിയ കമ്പനികൾക്ക്. ദേശീയപാത നിർമ്മാണം എഴുതുന്നതിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് തീരുമാനം. ഉപകരാർ ഏറ്റെടുത്ത വാഗൺ കമ്പനിയെ ഒഴിവാക്കി. ഗൾഫാർ, കെല്ലർ ഗ്രൗണ്ട് എന്നീ കമ്പനികൾക്കാണ് നിർമ്മാണ ചുമതല. കോഴിക്കോട് തൊണ്ടയാട് ദേശീയപാത സർവീസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. മാസങ്ങൾക്ക് മുമ്പ് പണി പൂർത്തിയായ റോഡാണ് തകർന്നത്. പത്തനംതിട്ട ഓമല്ലൂരിൽ 3 വയസ്സുകാരി തെരുവുനായ കടിച്ചു കയറി. കുട്ടിയുടെ കണ്ണിനും മുഖത്തും പരുക്ക്. അടുക്കള വാതിൽ വഴി വീട്ടിനുള്ളിൽ കടന്നായിരുന്നു നായയുടെ ആക്രമണം. കോഴിക്കോട് പെരുവയിൽ കൊടാറമ്പിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിനുള്ളിൽ തെരുവു നായ്ക്കൾ. മുറിക്കുള്ളിൽ കുടുങ്ങിയ ജീവനക്കാരെ പുറത്തെത്തിച്ചത് മാവൂർ ഫയർ യൂണിറ്റ് എത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് ശിഹാബ് തങ്ങൾ അധിക്ഷേപിച്ചുള്ള FB പോസ്റ്റ് പണം തട്ടാനുള്ള കെട്ടുകഥയെന്ന് പോലീസ്. പ്രചരിപ്പിച്ചത് വ്യാജ ചിത്രം. തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും അന്വേഷണ സംഘം. അറസ്റ്റിലായ റോഷനെതിരെ കാപ്പ ചുമത്തി. തിരുവനന്തപുരം കാട്ടാക്കട KSRTC ഡിപ്പോയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ പീഡിപ്പിച്ച സംഭവത്തിൽ കേസ്. സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. പ്രതി ബ്രൂസു ഷിബു ഒളിവിലെന്ന് പോലീസ്. KSRTC ഡിപ്പോയിലെ CCTV ദൃശ്യങ്ങൾ ചോർന്നതിൽ ആഭ്യന്തര അന്വേഷണം. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്ത. മലപ്പുറം മേലാറ്റൂരിൽ കുടുംബ വഴക്കിനിടെ അച്ഛനും മകനും കുത്തേറ്റു. എടപ്പറ്റ സ്വദേശി കാപ്പിൽ കുഞ്ഞൻ, മകൻ സുരേഷ് ബാബു എന്നിവർക്കാണ് കുത്തേറ്റത്. കുഞ്ഞന്റെ മറ്റൊരു മകൻ രതീഷിനെ കസ്റ്റഡിയിലെടുത്തു. തൃശൂർ വാടാനപ്പള്ളിയിൽ KC വേണുഗോപാൽ അനുകൂല ഫ്ലക്സ് വെച്ച സംഭവത്തിൽ CPIM പ്രാദേശിക നേതാവിന്റെ കുറ്റസമ്മതം പുറത്ത്. CCTV ഉള്ള കാര്യം അറിയില്ല എന്നായിരുന്നുവെന്ന് CPIM പ്രാദേശിക നേതാവ് അരവശ്ശേരി മുഹമ്മദ്. CPIM ഗൂഢാലോചന പുറത്തായെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് LDF സ്ഥാനാർത്ഥിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ ഫ്ലക്സ്. കുളത്തൂർ സഖാക്കൾ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ്. പണാധിപത്യം തൊലയട്ടെ, പാർട്ടിയാണ് വലുതെന്നാണ് ഫ്ലക്സിലുള്ളത്. കോഴിക്കോട് വെസ്റ്റിലിൽ പോലീസുകാരന്റെ വീട്ടിൽ മോഷണം. നടക്കാവ് സ്റ്റേഷനിലെ CPO മിഥുൻ രാജിന്റെ വീട്ടിലാണ് കവർച്ച. 7 പവൻ സ്വർണം പോയി. കോഴിക്കോട് പന്തീരാങ്കാവിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പന്തീരാങ്കാവ് സ്വദേശി സനിത്താണ് മരിച്ചത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു സ്കൂട്ടറിലിടിച്ച് ലോറിക്കടിയിൽ തെറിച്ചു വീഴുകയാണ്.
എറണാകുളം ആലുവയിൽ ബസ്സും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് 20 പേർക്ക് പരിക്ക്. കിഴക്കമ്പല ഭാഗത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കോട്ടയം പാല ബൂത്തോലയിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി ബസ് സ്റ്റോപ്പ് ഇടിച്ച് തകർത്തു. എറണാകുളം കോതമംഗലം ഇടമലയാർ പുഴയിൽ മുങ്ങി മരിച്ച വിദ്യാർത്ഥികൾക്ക് വിട നൽകി നാട്. തങ്കളം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികളായ ഹരീഷ്, അതുൽ രാജ്, ബിയോൺ എന്നിവരാണ് മരിച്ചത്. കോളേജിൽ നടന്ന പൊതുദർശനത്തിനിടെ സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെ വിയോഗം സഹിക്കാനാകാതെ വിതുമ്പി. കോഴിക്കോട് പേരാമ്പ്രയിൽ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണ് നാശനഷ്ടം. ബൈപ്പാസിൽ മരം വീണ് ഗതാഗത തടസ്സം. പത്തനംതിട്ട പെരുമ്പട്ടിയിൽ 16 വയസ്സുകാരുടെ ലൈംഗിക അതിക്രമം നടത്തി 23 വയസ്സുകാരൻ പിടിയിൽ. കൊറ്റനാട് സ്വദേശി പ്രവീൺ പ്രമോദാണ് പിടിയിലായത്. കോഴിക്കോട് മുക്കം ബസ് സ്റ്റാൻഡിൽ ഹോട്ടൽ ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി. കോടഞ്ചേരി സ്വദേശി ഫിലിപ്പിന് പരുക്ക്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെന്ന UDFിന് ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനത്തിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ. തീരുമാനത്തിലൂടെ സ്വകാര്യ ബസ് മേഖലയിൽ ലക്ഷക്കണക്കിന് ജീവനക്കാർ വഴിയാധാരമാകുമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി. പ്രതിശ്രുത വരന്റെ വിയോഗത്തിൽ മനംനൊന്ത് യുവതി തൂങ്ങി മരിച്ചു. മരിച്ചലിൽ കണ്ടെത്തിയത് കാസർഗോഡ് കുമ്പള കിതൂർ സ്വദേശി പ്രഫുല്ലയെ. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ പ്രതിശ്രുത വരൻ മരിച്ചത് 1 മാസം മുമ്പ്. കണ്ണൂരിൽ പോലീസ് സഹകരണ സംഘത്തിലേക്ക് സ്ഥിര നിയമനത്തിനായി നടത്തിയ പരീക്ഷ തടഞ്ഞ് KSU. സ്വന്തക്കാർക്ക് മാത്രമായി രഹസ്യ പരീക്ഷ നടത്തിയെന്ന ആരോപണം. പരീക്ഷാളിൽ കയറി ഹാൾ ടിക്കറ്റുകളും ചോദ്യപേപ്പറുകളും പ്രതിഷേധക്കാർ കീറിയെറിഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് പരീക്ഷ മാറ്റി. സംസ്ഥാനത്തെ നിയമസഭാ നടപടിയിൽ ആംഗ്യ ഭാഷയായ ISL വ്യാഖ്യാനത്തോടുകൂടി ലഭ്യമാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി റോജോ വള്ളംകുളം. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ അടക്കമുള്ളവർക്കാണ് നിവേദനം. നിയമസഭാ TVയിലും യൂട്യൂബിലും ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് മാതൃകയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. മുൻ ധനകാര്യ അഡീഷണൽ സെക്രട്ടറി R സുരേഷ് അന്തരിച്ച് 68 വയസ്സായിരുന്നു. ഗീതയാണ് ഭാര്യ. അനുരാധ S പൈ, അപർണ S പൈ എന്നിവരാണ് മക്കൾ. അരുൺ ഷാബ്നാഥ്, കിരൺ കൃഷ്ണ എന്നിവർ മരുമക്കളാണ്. സംസ്കാരം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ശാന്തിക വടത്തിൽ നടത്തും. 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മത്തിന് നാടിന്റെ ആദരം. മാധ്യമരംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് ആദരവ്. ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ഗീതമ്മ ദീപക് ധർമ്മടത്തെ പൊന്നാട അണിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചു. ധർമ്മടം ബീച്ച് കാർണിവലിലാണ് ആദരം. കോഴിക്കോട് പുറമേരിയിൽ സ്കൂട്ടറിനുള്ളിൽ പാമ്പുമായി യുവാവ് സഞ്ചരിച്ചത് കിലോമീറ്ററോളം. അൻഫസ് എന്ന യുവാവാണ് സ്കൂട്ടറിൽ പാമ്പുമായി സഞ്ചരിച്ചത്. പാമ്പ് കടിയേൽക്കാതെ യുവാവ് രക്ഷപ്പെട്ടു. നോക്കാം പ്രധാന അറിയിപ്പ്. സാങ്കേതിക പരീക്ഷാ കൺട്രോളർ കഴിഞ്ഞ മാസം 28-ന് നടത്താൻ തീരുമാനിച്ചിരുന്ന ഡിപ്ലോമ പരീക്ഷയായ റിവിഷൻ 2015 സപ്ലിമെന്ററി, റെഗുലർ സപ്ലിമെന്ററി ഈ മാസം 14 നടത്തും. സമയത്തിൽ മാറ്റമില്ല. മാർച്ചിൽ നടന്ന ഹയർ സെക്കൻഡറി 1ാം വർഷ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന, ഉത്തരക്കടലാസിന്റെ പകർപ്പ് എന്നിവയ്ക്കായി 15 വരെ അപേക്ഷിക്കാം. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിൽ ഈ വർഷത്തെ PG പ്രവേശന പരീക്ഷ കൊച്ചി, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിൽ 30-ന് ഓൺലൈനായി നടക്കും. ഹാൾ ടിക്കറ്റ് 26 മുതൽ കുഫോസ് അഡ്മിഷൻ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ NTPC ലിമിറ്റഡ് അസിസ്റ്റന്റ് ഓഫീസർ തസ്തികയിലേക്ക് നിയമനം. ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 22. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ചേർന്ന് നടത്തുന്ന 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 വയസ്സ് പൂർത്തി 7ാം ക്ലാസ്സിലും ജയിച്ചവർക്കും 8-നും 10-നും ഇടയിൽ പഠനം നിർത്തിയവർക്കും 10ാം തരം തുല്യതാ കോഴ്സിൽ ചേരാം. ഹയർ സെക്കൻഡറി കോഴ്സുകൾ നടത്തുക ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നീ വിഭാഗത്തിൽ. ദേശീയ വാർത്തകൾ. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷിയോഗം ഹിമന്തയെ നേതാവായി തെരഞ്ഞെടുത്തത് ഐക്യകണ്ഠേന. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ആഭ്യന്തര അവലോകനം ആരംഭിച്ച് കോൺഗ്രസ്. ബംഗാളിൽ വിശാല പ്രതിപക്ഷ സഖ്യത്തിലുള്ള മമതാ ബാനർജിയുടെ നീക്കം പാളി. CPM-ന് പിന്നാലെ ഐക്യാഹ്വാനം തള്ളി CPI-യും കോൺഗ്രസും. BJP-ക്കെതിരെ പോരാടാൻ ആരുടെയും ഉപദേശം വേണ്ടെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ. SAR ബംഗാളിലെ BJP വിജയത്തിൽ നിർണായകമായിരുന്ന MA ബേബി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ PA-യുടെ കൊലപാതകത്തിൽ 3 പേർ അറസ്റ്റ്.
പശ്ചിമബംഗാളിലെ കലാപങ്ങളെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് മറ്റെങ്ങുമില്ലാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് ബംഗാളിൽ ഉണ്ടായത്. ബംഗാളിൽ മാറ്റം കൊണ്ടുവരാൻ ബിജെപിക്ക് മാത്രമേ സാധിക്കൂ എന്നും പ്രധാനമന്ത്രി. തൊഴിലുറപ്പ് നിയമ ഭേദഗതി ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. നീറ്റ് UG പരീക്ഷാ ക്രമക്കേട് പരാതിയിൽ രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണം കേരളത്തിലേക്ക്. കേരളത്തിൽ MBBS പഠിക്കുന്ന രാജസ്ഥാനിലെ ചുരു സ്വദേശിയെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പിയുടെ കൊലപാതകത്തിൽ 3 പ്രതികൾ പിടിയിൽ. വാടക തൊഴിലാളികളായ വിശാൽ ശ്രീവാസ്തവ, മായങ്ക് മിശ്ര, രാജ് സിംഗ് എന്നിവരാണ് പിടിയിലായത്. വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ഡാറ്റാബേസ് ആരംഭിക്കാൻ വിദേശകാര്യ മന്ത്രാലയം. വിദ്യാർത്ഥികൾ അതത് രാജ്യങ്ങളിൽ ഇന്ത്യൻ എംബസികളിലോ ഹൈക്കമ്മീഷനുകളോ വിവരം നൽകണമെന്ന അറിയിപ്പ്. അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടൽ ലക്ഷ്യമിട്ടാണ് നീക്കം. രാജ്യാന്തര വാർത്ത. കപ്പലിലെ ഹാൻഡ വൈറസ് ഭീതി 2 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരെന്ന് ഇന്ത്യൻ എംബസി. ഇന്ത്യൻ ജീവനക്കാർക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും വിലയിരുത്തൽ. ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ജീവനക്കാരെ നെതർലാൻഡിലേക്ക് മാറ്റി. നേപ്പാളിൽ തുർക്കി എയർലൈൻസ് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ തീപിടിച്ചു. കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെയാണ് സംഭവം. യാത്രക്കാർ സുരക്ഷിതർ. ഇന്തോനേഷ്യൻ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ കാണാതായ സിംഗപ്പൂർ സ്വദേശികൾ മരിച്ച നിലയിൽ. മൃതദേഹങ്ങൾ ആലിംഗനം ചെയ്ത നിലയിലെന്ന് രക്ഷാ ഏജൻസി തലവൻ ഇവാൻ റംദാനി. 17 പേർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അമേരിക്കയുമായുള്ള സൈനിക സാമ്പത്തിക സഹകരണം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാൻ ഇസ്രായേൽ. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു. അടുത്ത 10 വർഷത്തിലുള്ള നീക്കം സാധ്യമായേക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇസ്രായേലിന് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത് വർഷം $3.8 ബില്യൺ സൈനിക സഹായം. ഫ്ലോറിഡയിൽ വിനോദസഞ്ചാര ബോട്ടിൽ സ്ഫോടനം. അപകടത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. ബോട്ടിലുണ്ടായിരുന്ന പാചകവാതക ചോർച്ചയാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. അമേരിക്കയ്ക്ക് വെല്ലുവിളിയായി ഇറാൻ റഷ്യ സൈനിക കൂട്ടുകെട്ട്. 5000 അത്യാധുനിക ഡ്രോണുകൾ ഇറാൻ കൈമാറാൻ നീക്കം. റഷ്യ ഇറാൻ നൽകുക സിഗ്നൽ ജാമറുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഷോർട്ട് റേഞ്ച് ഓപ്റ്റിക് ഡ്രോണുകൾ. H-1B വിസക്കാർക്ക് വൻ ശമ്പള വർധനവിനൊരുങ്ങി US. മിനിമം വേതനം 30% ഉയർത്താൻ നീക്കം. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്കൻ തൊഴിലാളികൾക്ക് തുല്യമായ വേതനം വിദേശികൾക്കും നൽകേണ്ടി വരും. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാനാകാത്തതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഇതിനകം വലിയ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടികൾ കടുപ്പിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹോർമുസിൽ തങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന മറുപടിയാണ് ഇറാൻ നൽകിയതെന്ന് സൂചന. 100 ന്യൂസ് തുടരുന്നു. നോക്കാം ബിസിനസ് വാർത്തകൾ. ഡോളറിനെതിരെ രൂപയുടെ തകർച്ച തുടരുന്നു. രൂപയുടെ മൂല്യം 139 പൈസ ഇടിഞ്ഞ് 94.90 പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഡോളർ ഇനിയും കരുത്താർജിക്കാൻ ഇടയുണ്ടെന്നും റിപ്പോർട്ട്. കടൽ വിഭവ കയറ്റുമതിയിൽ ഇന്ത്യക്ക് നേട്ടമെന്ന് പീയൂഷ് ഗോയൽ. യൂറോപ്യൻ യൂണിയനുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടലുകൾ ഫലം കണ്ടു. അമേരിക്ക 50% താരിഫ് ഏർപ്പെടുത്തിയത് കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടി. ഗൂഗിളിനെതിരെ യുകെയിൽ 32,000 കോടിയുടെ കേസ്. പരസ്യരംഗത്ത് ആധിപത്യം ദുരുപയോഗം ചെയ്ത് പരസ്യദാതാക്കളെ ചൂഷണം ചെയ്യുന്നുവെന്ന് ആരോപിച്ചു. സ്വന്തം സേവനങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്നും പരാതിയിൽ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഗൂഗിൾ വക്താവ്. മധ്യപ്രദേശിൽ അദാനി ഗ്രൂപ്പിന്റെ പുതിയ സിമന്റ് ഫാക്ടറിക്ക് തറക്കല്ലിട്ടു. പ്രതിവർഷം 40 ലക്ഷം മെട്രിക് ടൺ സിമന്റ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് 2 ഘട്ടങ്ങളായാണ് പൂർത്തിയാവുക. കഴിഞ്ഞ വർഷം ഗൗതം അദാനി പ്രഖ്യാപിച്ച 1.10 ലക്ഷം കോടിയുടെ നിക്ഷേപത്തിന്റെ ഭാഗമായാണ് പുതിയ പ്ലാന്റ്. രാജ്യത്ത് കാർഷിക രംഗത്ത് വൻ മാറ്റത്തിനൊരുങ്ങി കേന്ദ്രം. 5 വർഷത്തുള്ള 100 ലക്ഷം ഹെക്ടറിൽ സൂക്ഷ്മ ജലസേചനത്തിന് പദ്ധതി. ഇതുവരെ ഏകദേശം 109 ലക്ഷം ഹെക്ടർ ഭൂമി പദ്ധതിക്ക് കീഴിലായി. പദ്ധതിക്കുള്ള 26,325 രൂപ കേന്ദ്ര സഹായം അനുവദിച്ചു. സ്പോർട്സ്. സ്പാനിഷ് ലീഗ് കിരീടം FC ബാഴ്സലോണയ്ക്ക്. കിരീടം ഉറപ്പിച്ചത് എൽ ക്ലാസിക്കോ പോരിൽ റയൽ മാഡ്രിഡിനെതിരില്ലാതെ 2 ഗോളിന് തോൽപ്പിച്ച്. ബാഴ്സലോണ 29ാം ലാലിഗ കിരീടം. ഫ്രഞ്ച് ലീഗ് കിരീടത്തോട് അടുത്ത PSG. ബ്രസ്റ്റിനെതിരെ ജയത്തോടെ 1ാം സ്ഥാനത്തെ ലീഡ് 6 പോയിന്റായി ഉയർത്തി. അടുത്ത 2 മത്സരത്തിൽ ഒരു സമനിലയെങ്കിലും മതി PSG കിരീടം നിലനിർത്താൻ. അർജന്റൈൻ സ്ട്രൈക്കർ ഹൂലിയൻ അൽവാരസിനെ റാഞ്ചാൻ ഫ്രഞ്ച് ക്ലബ് PSG. ബാഴ്സലോണയ്ക്കും അത്ലറ്റിക്കോ മാഡ്രിഡ് താരത്തിന് പിന്നാലെയുണ്ട്.
ISL നിന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FC പോരാട്ടം. മത്സരം രാത്രി 7:30 കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയം. IPL നിന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. രാത്രി 7:30 ധരംശാലയാണ് മത്സരം. IPL മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിനിടെ മാച്ച് ഓഫീഷ്യലോട് കയർത്ത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കോച്ച് ഹാൻസി ഫ്ലവറിന് പിഴ ശിക്ഷ. മാച്ച് ഫീയുടെ 15% പിഴ ഒടുക്കേണ്ടത്. പാകിസ്ഥാനും ബംഗ്ലാദേശിനുമെതിരായ പരമ്പരയ്ക്കുള്ള ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. മിച്ചൽ മാർഷാണ് ടീമിന്റെ നായകൻ. അമ്പെയ്ത്ത് ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീമിന് സ്വർണം. ചൈനയെ അട്ടിമറിച്ചാണ് ഇന്ത്യയുടെ സുവർണ്ണ നേട്ടം. കലാസാംസ്കാരിക സിനിമാ വാർത്ത. ടൊവിനോ തോമസും നസ്രിയും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിന് വേറിട്ട പരീക്ഷണവുമായി അണിയറ പ്രവർത്തകർ. റയൽ ബായ്സ എൽ ക്ലാസിക്കോ മത്സരത്തിന്റെ കിക്ക് ഓഫിനൊപ്പം സ്റ്റേഡിയത്തിൽ നിന്നും ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തുവിട്ട ടൊവിനോയും നസ്രിയും. തിരക്കഥാകൃത്തും സംവിധായകനും ഗാനരചയിതുമായ മൊഹസിൻ പരാരിയാണ് സിനിമയുടെ സംവിധായകൻ. പുതുമുഖങ്ങൾ അണിനിരക്കുന്ന ബാലൻ ജൂൺ 19 തിയേറ്ററുകളിലേക്ക്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം ജിത്തു മാധവന്റെ രചനയിൽ പുറത്തിറങ്ങുന്ന ചിത്രം മെയ് 14 കാനിൽ പ്രദർശിപ്പിക്കും. സന്ദീപ് പ്രദീപ് നായകനാകുന്ന കോസ്മിക് സാംസൺ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത്. ജോൺ ലൂതർ എന്ന സിനിമയ്ക്ക് ശേഷം അഭിജിത്ത് ജോസഫ് രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കോസ്മിക് സാംസൺ. ചിത്രം ഫൺ ഫാന്റസി സിനിമയെന്ന് സന്ദീപ് പ്രദീപ്. കേന്ദ്ര കഥാപാത്രമായി മഞ്ജു വാര്യരെത്തുന്ന ഹാപ്പി ലൂപ്പ് ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. ടൈം ലൂപ്പ് മൂവി എന്ന സൂചന നൽകുന്ന ചിത്രത്തിൽ ആനന്ദ് മേനോനും നിഷാന്ത് സാഗറും പ്രധാന വേഷങ്ങളെത്തുന്നു. സൂര്യനായകനാകുന്ന കറുപ്പ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ചിത്രം മെയ് 14 തിയേറ്ററുകളിലെത്തും. കേരളത്തിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. മുഖ്യമന്ത്രിയായി വിജയ് ചുമതലയേറ്റതിന് പിന്നാലെ ജനനായകൻ 2 ആഴ്ചകളിൽ തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ റിലീസ് സ്ഥിരീകരിച്ച നിർമ്മാതാവ് വെങ്കിട് കെ നാരായണ. ചിത്രത്തിന്റെ സെൻസറിംഗ് പുരോഗമിക്കുന്നുവെന്ന് നിർമ്മാതാവ്. വിസ്മയ മോഹൻലാൽ നായികയെ എത്തുന്ന തുടക്കം എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി നേരത്തെയാക്കി. ചിത്രം ഓഗസ്റ്റ് 7 റിലീസ് തിയേറ്ററുകളിലെത്തും. ചിത്രത്തിൽ വിസ്മയ്ക്കൊപ്പം ആശിഷ് ആന്റണിയും പ്രധാന വേഷത്തിലെത്തും. ദുൽഖർ സൽമാന്റെ സ്റ്റൈലിഷ് ചിത്രം ഐ ആം ഗെയിം ഓണത്തിന് തിയേറ്ററുകളിലേക്ക്. പാൻ ഇന്ത്യൻ ചിത്രമാണ് ഐ ആം ഗെയിം റിലീസ് ചെയ്യുന്നത്. വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം നെഹാസ് ഹിദായത്താണ്. ഈ റിപ്പോർട്ടോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ബ്രേക്സിന്റെ സമയമാണ്. പ്രതിൻ സി കണ്ണൻ ചേരും. നന്ദി.